Good morning, students. Let us continue our discussion regarding investment environment. Yesterday we studied what is investment and what are the steps involved in the investment decision process. Today we are going to start with characteristics of investment. The characteristics of investment can be listed as return, risk, safety and liquidity. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്ക് കാണാവുന്ന 4 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടേൺ, രണ്ടാമത്തെ പ്രത്യേകത റിസ്ക്, മൂന്നാമത് സേഫ്റ്റി, നാലാമത്തത് ലിക്വിഡിറ്റി. ലെറ്റ് us see one by one. Return. All investments are characterized by the expectation of a return. The expectation of a return may be from income as well as through capital appreciation. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിരുന്നാലും അവിടെ അത് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അതിലൂടെ ഒരു വരുമാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ വരുമാനം. ഈ വരുമാനം 2 രീതിയിലാകാം. ഒന്നുകിൽ ഇൻകം, എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം എ ബാങ്ക് ഡിപ്പോസിറ്റ് ഓർ ഡിവിഡൻഡ് ഫ്രം ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് ഒരു റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രൂപത്തിലുള്ള റിട്ടേൺ. നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽ പ്രൈസ് ആൻഡ് ദി പർച്ചേസ് പ്രൈസ് ഓഫ് ദി അസറ്റ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദ എക്സ്പെക്റ്റേഷൻ ഓഫ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, മെച്യൂരിറ്റി പീരീഡ്, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ വരുമാനം അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനും ഓരോ ടൈപ്പായിരിക്കും റിട്ടേൺ. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഡിപ്പോസിറ്റിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണുള്ളത്. അതുകൊണ്ട് അവിടെ നിന്നുള്ള വരുമാനം ഒരു ഷുവർട്ടി ഉണ്ട്. നേരെ മറിച്ച് വളരെ റിസ്കി ആയിട്ടുള്ള ഷെയർ ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ അവിടെ കൃത്യമായ ഒരു വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. സിമിലർലി മെച്യൂരിറ്റി പീരീഡ്, മാർക്കറ്റ് ഡിമാൻഡ് എക്സെട്ര, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിട്ടേൺ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിട്ടേൺ. സെക്കൻഡ് വൺ ഈസ് റിസ്ക്. റിസ്ക് മേ റിലേറ്റ് ടു ലോസ് ഓഫ് ക്യാപിറ്റൽ, ഡിലേ ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, നോൺ പേയ്മെൻറ്റ് ഓഫ് റിട്ടേൺ ഓർ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയാകാം. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുണ്ടാകുന്ന കാലതാമസത്തിൻ്റെ രൂപത്തിലാകാം. അതല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് റിട്ടേൺ ഓർ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ. വരുമാനം ഒന്നും ഉണ്ടാകാതിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും വരുമാനം ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ടാവും, വരുമാനം കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ടാവും, അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. ഈ തരത്തിലുള്ള അൺവാണ്ടഡ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം റിസ്ക് എന്നാണ് പറയുക. ദ റിസ്ക് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മെച്യൂരിറ്റി പീരീഡ്, repayment capacity, nature of return, etc. So the risk ഡിപ്പെൻഡ് ചെയ്യുന്നത് മെച്യൂരിറ്റി പീരീഡ്, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, നേച്ചർ ഓഫ് റിട്ടേൺ, ഇതുപോലുള്ള ഫാക്ടേഴ്സിനെയാണ്. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, വളരെ പ്രതീക്ഷയോടുകൂടി വരുമാനം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം
ആ നിക്ഷേപം സ്വീകരിച്ച വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഇത് തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ അതിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഇൻകം നമുക്ക് തരാനോ സാധിക്കാതെ വരുമ്പോൾ അവിടെ നമ്മുടെ റിസ്ക് വർദ്ധിക്കുകയാണ്. റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ആർ റിലേറ്റഡ്. തിയറിറ്റിക്കലി ഹയർ ദ റിസ്ക്, ഹയർ ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. എപ്പോഴും റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. തിയറിറ്റിക്കലി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ whenever the risk increases, the expected return also increases. അതായത് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തൊരു നിക്ഷേപം നടത്തുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഉയർന്ന വരുമാനമായിരിക്കും. The higher the return is a compensation expected by investors for their willingness to bear the higher risk. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാൻ സാധിക്കും. കേരളത്തിൽ കൂടുതൽ ആൾക്കാർ നിക്ഷേപിക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവിടെ നമുക്ക് വരുമാനം കിട്ടുമെന്നുള്ളതിനൊരു ഉറപ്പുണ്ട്. പക്ഷേ കിട്ടുന്ന വരുമാനത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ ശതമാന കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. നേരെ മറിച്ച് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദേ വാണ്ടഡ് ടു ഗെറ്റ് ഹൈ ഇൻകം അല്ലെങ്കിൽ ഹൈ റിട്ടേൺ. അപ്പോൾ ദേ ആർ ടേക്കിംഗ് ഹൈ റിസ്ക് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ് ബിക്കോസ് ദേ ആർ എക്സ്പെക്റ്റിംഗ് ഹൈ റിട്ടേൺ. ഷെയർസ് എന്ന് പറയുന്ന ഒരു അസറ്റ് ക്ലാസ്സിന് വളരെ കൂടുതൽ റിട്ടേൺ നൽകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് എടുക്കുന്നത്. റിസ്ക് എടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂടുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകതയായിട്ടുള്ള റിസ്ക്. മൂന്നാമത്തത് സേഫ്റ്റി. ദ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് certainty of return of capital without loss of time. Every investor expects to get back the initial capital on maturity without loss and without delay. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു നിക്ഷേപം നടത്തുമ്പോൾ നിക്ഷേപകൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപിച്ച തുക നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത അത് ഏറ്റവും കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ബാങ്ക് ഡിപ്പോസിറ്റ് തന്നെയാണ്. ബാങ്ക് ഡിപ്പോസിറ്റാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള വെച്ച് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗം. അവിടെ നമ്മുടെ പ്രിൻസിപ്പൽ നഷ്ടപ്പെടില്ല എന്നുള്ളതിനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ വരുമാനം ലഭിക്കുമെന്നുള്ളതിനും ഒരു ഉറപ്പുണ്ട്. സോ ബാങ്ക് ഡിപ്പോസിറ്റ് ഈസ് ഹാവിങ് ഹൈ സേഫ്റ്റി. നാലാമത്തെ പ്രത്യേകതയാണ് liquidity. An investment that is easily saleable without loss of money or time is said to be liquid. A well-developed secondary market for security increase the liquidity of the investment. നാലാമത്തെ പ്രത്യേകതയാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മൾ നിക്ഷേപിച്ച അസറ്റ് വിറ്റുകൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഹൈലി ലിക്വിഡ് ആണെന്ന് പറയും. നേരെ മറിച്ചിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയാത്ത മാർക്കറ്റബിൾ അല്ലാത്ത നിക്ഷേപമാണെങ്കിൽ അത് ഹൈലി ഇല്ലിക്വിഡ് ആണെന്ന് പറയും. ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലുള്ളത് കൊണ്ട് ഷെയർസ് എന്ന് പറയുന്നത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് മറ്റ് പല അസറ്റ് ക്ലാസ്സുകളും, ഫോർ എക്സാമ്പിൾ ബാങ്ക് ഡിപ്പോസിറ്റ് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. തിരിച്ച് ബാങ്കിലേക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അവിടെ അവർ അത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്നെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്യാഷാക്കി മാറ്റാൻ സാധിക്കില്ല. സിമിലർലി ഇഫ് യു ബൈ എ ലാൻഡിന് നമുക്ക് പെട്ടെന്ന് വിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയെല്ലാം ഈ പറഞ്ഞ ബാങ്ക് ഡിപ്പോസിറ്റ് ആണെങ്കിലും ലാൻഡ് എന്ന് പറയുന്ന അസറ്റ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ലിക്വിഡിറ്റി വളരെ കുറവാണ്. നേരെ മറിച്ച് ഹൈലി ലിക്വിഡായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. വാട്ട് ആർ ദ 4 ക്യാരക്ടറിസ്റ്റിക്സ്? റിട്ടേൺ, റിസ്ക്, സേഫ്റ്റി, ലിക്വിഡിറ്റി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ വരുമാനം, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത, സേഫ്റ്റി സുരക്ഷിതത്വം, ലിക്വിഡിറ്റി പെട്ടെന്ന് വിറ്റ് ക്യാഷാക്കി മാറ്റാനുള്ള സാധ്യത. ഈ 4 പ്രത്യേകതകളാണ് ഒരു നിക്ഷേപത്തെ നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദ ഡേ ഈസ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്. Investment generally involves commitment of funds in 2 types of assets. One is real asset and second one is financial asset. മുൻപ് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് അസറ്റുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റിനെ നമുക്ക് മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ടൈപ്പാണ് real asset. Second type is financial asset. What is real asset? Real assets are tangible material things like building, automobile, land, gold, etc. റിയൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസറ്റാണ്. ഫിസിക്കലി ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിനെയാണ് റിയൽ അസറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ലാൻഡ്, ബിൽഡിങ്, അങ്ങനെയുള്ള ഗോൾഡ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. എല്ലാം തന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യമാണ്, ടാഞ്ചിബിളാണ്. റിയൽ അസറ്റിന് മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാൻഡ് തന്നെ അറിയപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് എന്നാണ്. ഇതെല്ലാം ആ പേര് വന്നത് തന്നെ ഈ റിയൽ അസറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. സോ റിയൽ അസറ്റ് ഓർ ഫിസിക്കൽ അസറ്റ് ഈസ് എ ഫസ്റ്റ് ടൈപ്പ് ഓഫ് അസറ്റ്. സെക്കൻഡ് അസറ്റ് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ്സ് are a piece of paper representing an indirect claim to real asset held by someone else. These piece of paper represent debt or equity commitment. Investment in financial assets consists of securitized or security form of investment and a non-securitized investment. അപ്പോൾ നമ്മൾ പഠിക്കുന്ന 2ാമത്തെ അസറ്റ് ക്ലാസ്സാണ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ആക്ച്വലി വി ക്യാൻ സേ എ പീസ് ഓഫ് പേപ്പർ വിച്ച് റെപ്രസെൻറ്റ് ഇൻഡയറക്റ്റ് ക്ലെയിം ടു എ റിയൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ കഴിയുന്നത് ഒരു പേപ്പറിൻ്റെ രൂപത്തിലാണ്. നമ്മൾ നടത്തിയ ഒരു നിക്ഷേപത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. വെൻ വി ബൈ ബോണ്ട് വി ആർ ഗിവിങ് മണി ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എ കമ്പനി ആൻഡ് ദാറ്റ് ലയബിലിറ്റി ഓഫ് ദ കമ്പനി ടു ദ ഇൻവെസ്റ്റർ ഈസ് ഷോൺ ഇൻ ദി പീസ് ഓഫ് പേപ്പർ. ദാറ്റ് പീസ് ഓഫ് പേപ്പർ ഈസ് കോൾഡ് ഡിബഞ്ചർ. സിമിലർലി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഓണർഷിപ്പിൽ ഒരു ഷെയർ നമ്മൾ കിട്ടുകയാണ്. ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന പേപ്പറാണ് ഷെയർ എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആർ കോൾഡ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ് 2 ടൈപ്പ് ഉണ്ട്. വൺ ഈസ് കോൾഡ് സെക്യൂരിറ്റൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് നോൺ സെക്യൂരിറ്റൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. The term securities used for these papers which are transferable, including shares, bond, debentures, etc. അപ്പോൾ securitized financial assets are called securities. അതിന് എക്സാമ്പിളാണ് ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ. Similarly, there are government securities also. So securities can be again classified as 2: share, bond, debenture. That is the first class. Government securities are second class. എക്സാമ്പിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് നൽകുന്ന ബോണ്ടുകളെല്ലാം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മാർക്കറ്റബിൾ. ദാറ്റ് മീൻസ് വി ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അതർ പേഴ്സൺ. That means the liquidity of securities are very high. An investor has to choose proper avenues from
among them depending on his specific need, risk preference, and return expectation. So we have got two types of asset class, that is real asset and second one is financial asset. This financial asset is again classified into securitized asset and non-securitized asset. അപ്പോൾ ഈ തരത്തിലുള്ള മേഖലകൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ നിക്ഷേപകനും അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിക്ഷേപ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ആ നിക്ഷേപ മാർഗം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പഠിച്ച 4 ക്യാരക്ടറിസ്റ്റിക്സ് നോക്കേണ്ടത്. ലിക്വിഡിറ്റിക്കാണോ പ്രാധാന്യം നൽകേണ്ടത്, സേഫ്റ്റിക്കാണോ, റിസ്കിനാണോ, റിട്ടേൺ ആണോ, ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ആ പ്രാധാന്യം നൽകുന്ന അസറ്റ് ക്ലാസ്സിലുള്ള അസറ്റ്സ് കണ്ടെത്തി അവിടെ നിക്ഷേപിച്ചാൽ ആ നിക്ഷേപകന് അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനും സാധിക്കും. So let us conclude this discussion with these sentences. Investment avenues can be broadly categorized under the following heads. 1. Corporate securities. Example, equity shares, preference shares, bonds or debentures. Second one, deposits in bank and non-banking companies. Non-banking companies like NBFCs, examples are Muthoot, Manappuram, etc. Third one is post office deposit. Fourth one is life insurance policies. Fifth, provident fund schemes. Sixth, government and semi-government securities. Seventh one is mutual fund schemes. Eight is real assets such as gold, land, etc. So these are the investment avenues available for a common man for depositing his savings to make more money. So he has to make a wise decision to maximize his return. Hope you understood the two topics what we discussed today. One is characteristics of investment, that is return, risk, safety and liquidity. And second topic we discussed is type of investment. It can be classified mainly as real asset and financial assets. Okay, so with this we conclude today's session. Thank you.